കോൺഗ്രസ്സുകാരനിലേക്ക് സ്വാഗതം. നമ്മൾ പറയില്ലേ കറയറ്റ രാഷ്ട്രീയക്കാരെന്ന്. നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള എല്ലാം പ്രൊഫഷണൽസാണ്. അവരെല്ലാവരും മര്യാദയ്ക്ക് പഠിച്ചു, അവർ ജോലി സമ്പാദിച്ചു, കുടുംബം നോക്കി, അതിൻ്റെ കൂടെ പാരലലി രാഷ്ട്രീയവും കൂടെ. അങ്ങനെയുള്ളവരാണ് നമ്മുടെ ഈ എപ്പിസോഡിൽ ഇതുവരെ വന്നത്. വളരെ വ്യത്യസ്തനായ ഒരു കോൺഗ്രസ്സുകാരനെ ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എന്നാൽ പ്രൊഫഷണൽ കോൺഗ്രസ്സിൽ ഏറ്റവും കൂടുതൽ സീനിയർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പ്രായം കൊണ്ടല്ലോ കേട്ടോ, പ്രവർത്തന ശൈലി കൊണ്ട് സീനിയറായ അഖിലേഷ് നായർ. അഖിലേഷ്, സ്വാഗതം. ഈ പറച്ചിലൊന്നും കേട്ട് ഞെട്ടൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ എന്താ പറയുന്നത്, പല വേദികളിലും നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ഒരു മീഡിയത്തിലൂടെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. അഖിലേഷ് ഒരുപക്ഷെ KSU രാഷ്ട്രീയം, യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയം ഇഷ്ടംപോലെ അടി കൊണ്ടിട്ടുണ്ടോ? അതെ, തീർച്ചയായും അടിയുണ്ട്. നമ്മൾ ഈ ന്യൂസ് ചാനലിൽ കാണുമ്പോൾ ചോരയൊക്കെ വന്നിട്ടുണ്ട്. അടിയുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ആണല്ലേ? അതിൻ്റെ അപ്പോൾ പിണറായി വിജയൻ മാത്രമല്ല, നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. പിണറായി വിജയൻ്റെ ഒരു ഷോയിൽ മോഹൻലാലായിട്ടുള്ള സംഭവത്തിൽ കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു അദ്ദേഹത്തിന് മാത്രമേ അടി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എത്ര നാൾ അടി കിട്ടിയിട്ടുണ്ട്? KSU രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇന്നപ്പോൾ അടി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, കേസുകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടോ കേസ്? അല്ല, അതൊക്കെ എനിക്കൊന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്തൊക്കെ കഴിഞ്ഞു. ഒരു 10 വർഷത്തോളം കേസൊക്കെ നടത്തേണ്ടി വന്നു. നമ്മൾ ഈ സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴും മാത്രമായിരിക്കും ഈ പാർട്ടി കേസ് നടത്തുന്നു ഇതൊക്കെ. അപ്പം നമ്മളെന്തെങ്കിലും ജോലിയായിട്ടൊക്കെ മാറുകയാണെങ്കിൽ പിന്നെ കേസെല്ലാം നമ്മൾ തന്നെ നടത്തേണ്ട ഒരു ഇത് വരും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം കേസെല്ലാം കഴിഞ്ഞു. ഭാഗ്യം കൊണ്ട് സാറ് വന്നപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്ത് തന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ AKGയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. AKG എന്തെങ്കിലും കാരണമായി ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് 4 സമരത്തിൽ അടി വാങ്ങിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. നല്ല കമ്മ്യൂണിസ്റ്റ് സംസ്കാരമുള്ള കാലത്ത് അതുപോലെ ആയിരുന്നു. KSUവിൻ്റെ എവിടെ ഒരു അമ്മ കടയിൽ സാധനം വാങ്ങിക്കാൻ പറഞ്ഞു വിടുന്ന സമയത്ത് പോലും KSUവിൻ്റെ ഒരു അടി കിടക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് ഭാഗമാവുമായിരുന്നു. അങ്ങനെയായിരുന്നു. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് ഈ വീട്ടിൽ നിന്ന് പോയിട്ട് പിന്നെ ഒരു ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത്. വിളിച്ച് പറയും വീട്ടിൽ ഇങ്ങനെയാണ്, എന്തെങ്കിലും ക്യാമ്പിന് പോകുന്നു. ഇപ്പം കണ്ണൂർ മുതൽ ഇങ്ങോട്ട് എല്ലാ ക്യാമ്പുകളിലും പങ്കെടുത്തിട്ടുണ്ട്. പല ജില്ലകളിലും പല സ്ഥലങ്ങളിലായിട്ട് ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പല സമരങ്ങളിൽ പോയിട്ടുണ്ട്, ജയിലിലായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ലൈഫിൽ. പക്ഷേ അതെല്ലാം ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ബിൽഡ് ചെയ്യാൻ അത് ഒത്തിരി സഹായിച്ചിട്ടുള്ളൊരു സംഭവം. ഞാൻ KSU കുഞ്ഞുനാൾ ഓർമ്മ വന്ന നാൾ മുതൽ രാഷ്ട്രീയം, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. വീട്ടിലാണെങ്കിലും അച്ഛനാണെങ്കിലും അങ്ങനെ തന്നെയാണ്, സജീവ പാർട്ടി പ്രവർത്തകനായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ഇത് നമ്മുടെ രക്തത്തിലുണ്ട്. വീട്ടിലങ്ങനെ പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി പോകുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അച്ഛനും ഇതിലും വലിയ ആളായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് വലിയ പ്രശ്നം. അച്ഛൻ ആരായിരുന്നു? അച്ഛൻ ഇപ്പം ജീവനോടെ ഇല്ല. അച്ഛനൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ രാഷ്ട്രീയ കോൺഗ്രസ് പ്രവർത്തനം നടത്തി അവിടെ വളരെ നന്നായിട്ട് എനിക്കൊന്നൊരു മെമ്പർ വരെ അവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരിതാണ്. അതിനുവേണ്ടി കുടുംബത്തിനൊക്കെ ഒത്തിരി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. ഒരു അത് ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്. അത് തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു മാതൃക. അത് തന്നെയാണ് കണ്ടുവന്നല്ലേ സെൽഫ്ലെസ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം. അത് ഇന്നും തുടരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊരു നേട്ടം ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. നമുക്കൊരു സന്തോഷമാണ് ഇതിൽ നിൽക്കുമ്പോൾ ഒരു സന്തോഷം. അത് ലാൽസലാം എന്ന് പറയുന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം ഉണ്ടല്ലോ, നെട്ടൂരാൻ. അതെ, ഒരുപക്ഷെ അഖിലേഷിൻ്റെ ജീവിതവും നെട്ടൂരനുമായിട്ട് സാമ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലയെന്ന് പറയും. അത്രത്തോളം പറയാൻ പറ്റില്ല. കാര്യം നെട്ടൂരൻ പിന്നീട് എന്താ പറയുക, ഒരു വലിയ റിച്ച് ഇതായല്ലോ. നമ്മൾ അങ്ങനെയല്ല. എനിക്കിപ്പോഴും രാഷ്ട്രീയം ഒരു ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഒരു കാലത്തും അതിനെ വിട്ടിട്ടില്ല, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ചിട്ട് പോയി ഞാൻ ബിസിനസ് ചെയ്യുക അങ്ങനെ ചെയ്തിട്ടില്ല. രാഷ്ട്രീയം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അത് പ്രൊഫഷണൽ കോൺഗ്രസ് ആണെങ്കിലും KSU ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും അത് സജീവമായിട്ട് എപ്പോഴും നിൽപ്പുണ്ട്. അതിനെ മാറത്തില്ല. ഇല്ല, മാറത്തില്ല. അത് അങ്ങനെ എന്നെ പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ കുറേ പ്രാവശ്യങ്ങൾ നമ്മൾ സംസാരിച്ചപ്പം അഖിലേഷ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. പട്ടുമൂല് ഇന്ന് വരെ രാഷ്ട്രീയം മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്, എനിക്കെൻ്റെ ജീവിതത്തിലും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഒരു പക്ഷേ അഖിലേഷ് പറഞ്ഞത്. അഖിലേഷ് ഇൻറ്റൻഷനലി പറയുന്നതല്ലാന്ന് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അതായത് ഉള്ളിൽ വിഷമം തന്നെ ഒരിക്കലും വിട്ടുപോകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറി നിൽക്കാനോ ഒരു ആഗ്രഹമല്ല. പക്ഷേ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആരുമില്ല, എൻ്റെ പില്ലർ എനിക്ക് സ്ട്രെങ്തൻ ചെയ്തേ പറ്റുള്ളൂ എന്നൊരു തിരിച്ചറിവ് വളരെ ലേറ്റായിട്ട് വരികയും പക്ഷേ ആ പാർട്ടി വിട്ടുപോകാൻ പറ്റാത്തതിൻ്റെ ഒരു ഭയങ്കരമായ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു അകൽച്ച പോലും ഉണ്ടാകാനുള്ളൊരു ഭയങ്കരമായൊരു ഒരു ഫ്രിക്ഷൻ മൈൻഡിനകത്തുണ്ടായിരുന്നല്ലേ? അതിപ്പോഴും ഉണ്ടോ? ഉണ്ട്. അത് ചില സമയങ്ങളിൽ, അതായത് നമുക്ക് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ എപ്പോഴും ഉണ്ടാകും.
അപ്പോൾ ഈ നമുക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലോ എന്തെങ്കിലും വീഴ്ചകൾ വരുമ്പം ഞാൻ ഇന്നൊരിക്കലും പാർട്ടിയെ കൊണ്ട് ഒരു നേട്ടം പേഴ്സണലി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല, ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ ഈ വീഴ്ചകൾ വരുമ്പോൾ നമ്മുടെ ഒരു നിലനിൽപ്പ് ഒരു വലിയ പ്രശ്നമാണല്ലോ. ഞാൻ ഈ KC രാഷ്ട്രീയം നടത്തുമ്പോഴും ഇൻഷുറൻസ് ഏജൻ്റായിട്ടാണ് ഞാൻ ഈ പണം സമ്പാദിക്കുന്നത്. ആരുടെ നിന്നും കടം വാങ്ങിയിട്ടോ അങ്ങനെയൊന്നും അല്ല. അന്ന് LIC ഏജൻ്റായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. സാധാരണ ഈ രാഷ്ട്രീയക്കാർ പൈസ ഉണ്ടാക്കുന്ന പിരിവെടുത്തിട്ടാണെന്നുണ്ട് അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തിട്ട് എനിക്കറിയില്ല, അങ്ങനെ ഞാൻ ചെയ്തിട്ടുമില്ല. അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് കോളേജുകളിൽ പോവുകയും എൻ്റെ ബൈക്കിൽ പെട്രോൾ അടിക്കാനുള്ള കാശ് അങ്ങനെ ഉണ്ടാക്കുകയും എൻ്റെ ചിലവുകൾക്ക് അതാണ് ഉപയോഗിച്ചിരുന്നത്. കോളേജുകളിൽ ചെറിയ ചെറിയ പരിപാടികൾ നടത്താൻ ഈ കാശാണ് ഉപയോഗിച്ച് ചെയ്തിരുന്നത്. അതിൽ നിന്നാണ് ഞാൻ, അപ്പോൾ എനിക്കൊരു ഇതുണ്ട്, അതിൽ നിന്ന് മാറാൻ ഞാൻ ഒരിക്കലും വില്ലിങ് അല്ല. പക്ഷേ പാർട്ടിയിലെ സ്ഥാനമാനങ്ങളിൽ പലപ്പോഴും നിങ്ങളെക്കാളും ജൂനിയേഴ്സായ പലരും പല സ്ഥാനത്തിലേക്ക് വരികയും നിങ്ങൾ അടികൊണ്ടതിൻ്റെ അത്ര പോലും അടികൊള്ളാത്ത ആൾക്കാർ പല ഇതിലേക്ക് വരുമ്പോഴും ഈ വിഷമം തോന്നിയിട്ടുണ്ടോ? അല്ല, വിഷമം അല്ല, നമുക്കൊരു എന്താ പറയുക, അർഹതയില്ലാത്ത പലരും വരുമ്പോൾ വിഷമം തോന്നാറുണ്ട്. പക്ഷേ എന്നെക്കാളും ഒരുപാട് കഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി മെനക്കെട്ട് നിൽക്കുകയാണ്, അവരുടെ ജീവിതം കളഞ്ഞിട്ട് തന്നെയാണ് അവരും ഇതിലോട്ടൊക്കെ എത്തുന്നത്. പിന്നെ കഴിവൊരു മാനദണ്ഡമാണല്ലോ. ഇപ്പം എന്നെക്കാളും കഴിവുള്ളവരായിരിക്കും മുകളിലോട്ട് വരുന്നത്, നമ്മളത് അംഗീകരിക്കണമല്ലോ. എനിക്കിപ്പം ചിലപ്പം താൽക്കാലികമായിട്ട് ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടാവുമെങ്കിൽ പോലും അത് ഒരാഴ്ചയോ ചിലപ്പോൾ ഒരു മാസമൊക്കെ നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീണ്ടും പാർട്ടിയിൽ തന്നെ ആയിരിക്കും. നമ്മൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മുടെ തലയിൽ കൂടി പാർട്ടി തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറി നിൽക്കാനോ പൂർണ്ണമായും മാറിപ്പോകാനോ എന്നെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. ഒരു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ അറിയാതെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശരീരവും മനസ്സും ആ കമ്മിറ്റി ഓഫീസിലേക്കും ആ പ്രചരണ വേദിയിലേക്കും ചെന്നെത്താറുണ്ട്. തീർച്ചയായിട്ടും ആരും വിളിച്ചില്ലെങ്കിലും ഞാൻ പോകാറുണ്ട്. എന്ത് പ്രശ്നം വന്നിരുന്നാലും അതൊന്നും ബാധിക്കത്തില്ല. ഇല്ല, അത് ബാധിക്കത്തില്ല. ഇത് മാത്രമല്ല, ഈ ഇലക്ഷൻ മാത്രമല്ല, ഇപ്പോൾ ഒരു പാർട്ടിക്കാരൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ടാവും. ഇനി പരിചയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വിഷയമല്ല, ഞാനത് ഇത് ചെയ്യും. ഇന്നലെ കൂടി ഒമാനിലുള്ള ഒരു OICCയിലുള്ള ഒരാൾ വിളിച്ചിട്ട് ഇവിടെ ഒരു ഹെൽപ്പ് ചോദിച്ചു. എനിക്ക് പരിചയമൊന്നുമില്ല, എൻ്റെ നമ്പർ ഏതോ ഗ്രൂപ്പിൽ നിന്ന് കിട്ടി, വിളിച്ചു, ഞാനത് ചെയ്തു കൊടുത്തു. അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു സഹായം, അത്രേ ഉള്ളൂ. ഒരു ഇൻഫർമേഷൻ അറിഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് ചെയ്തു കൊടുത്തു. ഞാനിത് ചോദിക്കുന്നത് തെറ്റായ ഒരു സംഭവമായിരിക്കാം, തെറ്റായ പ്രവണതയായിരിക്കാം. എല്ലാവരും രാഷ്ട്രീയത്തിൽ പ്രതീക്ഷയോടുകൂടി വരണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും അഖിലേഷിൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അഖിലേഷ് ഇങ്ങനൊരു പൊസിഷനിലേക്ക്, പാർട്ടിയിലാണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് ഭരണത്തിൽ വരുമ്പോഴുള്ള ഒരു പൊസിഷനിലേക്ക് ഞാൻ വരുമെന്നുള്ള എന്തെങ്കിലും ഒരു, ആ മോഹം തന്നെ തെറ്റാണെന്ന് വച്ചുകൊണ്ട് തന്നെ ഞാൻ പറയണം. പക്ഷേ എന്നിരുന്നാലും ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു, അതായത് ഒരു ഇലക്ഷൻ മത്സരിക്കുമെന്ന് പോലും 100% അവകാശപ്പെടാവുന്നുള്ള എല്ലാ ക്വാളിറ്റീസുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ പാർലമെൻ്ററി ജനാധിപത്യത്തിലൂടെ എനിക്ക് വലിയ മോഹം തോന്നിയിട്ടില്ല ഇതുവരെയ്ക്ക്. എനിക്ക് പക്ഷേ പാർട്ടി പൊസിഷനിൽ ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടൊരു ഒബ്സർവേഷനാണല്ലോ. എനിക്ക് പാർട്ടിയോടാണ് ഇഷ്ടം. എനിക്ക് പാർട്ടി പൊസിഷൻ താല്പര്യമുള്ള ആളാണ്. അത് ഇന്ന് കിട്ടിയാലും നാളെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പാർട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിൽ എന്ത് കിട്ടിയാലും എനിക്ക് സന്തോഷമാണ്. കിട്ടാത്തപ്പോൾ നിരാശയും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും ഫയർ ബാൻഡായ അഖിലേഷ് ഇപ്പോൾ തിരുവനന്തപുരം DCCയിലുള്ള, ഞാൻ പേരെടുത്ത് പറയാത്ത പലരെക്കാളും സീനിയറാണ് അഖിലേഷ്. പക്ഷേ ആ നേതൃത്വത്തിലേക്ക് വരാൻ വിമുഖത കാണിച്ചതിൻ്റെ കാരണം കൂടി എനിക്കറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് എൻ്റെ ഒരു നെഗറ്റീവായിട്ട് ഞാൻ തന്നെ കാണുന്നത്, ഈ തള്ളി നിൽക്കാൻ എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇടിച്ചു കയറാൻ അറിയില്ല. തള്ളി നിൽക്കുന്നതല്ലല്ലോ രാഷ്ട്രീയം. അഖിലേഷ് ഒരു മൂവ്മെൻറ്റിൻ്റെ കൂടെ നിൽക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് തള്ളി നിൽക്കുന്നവർ ഭയങ്കര വ്യത്യസ്തമാണ്. പക്ഷെ അവിടെ എവിടെയെങ്കിലും ഈ തള്ളി നിൽക്കുന്നതിനപ്പുറത്തേക്ക് എനിക്ക് അങ്ങനെ കുറേ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനൊരു പാർട്ടിക്കാരനായിട്ട് നിന്നോളാം എന്നുള്ളൊരു മനസ്സിലെവിടെയെങ്കിലും തോന്നിയിട്ട് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും അങ്ങനെ നിൽക്കുന്നത്. അല്ല, അതിനപ്പുറം എനിക്ക് ഒരു സ്ഥാനം ആരെങ്കിലും വിളിച്ചു തന്നാൽ എടുക്കും എന്നല്ലാതെ ഞാനായിട്ട് പോയി ചോദിച്ച് വാങ്ങാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ചോദിക്കുമ്പോൾ തന്നെ 1-2 പ്രാവശ്യം നമ്മൾ പറയുകയും പിന്നെ അതിൻ്റെ പിന്നിൽ ഞാൻ നടക്കാതിരിക്കുകയും ചെയ്യും. അത് എനിക്ക് ചിലപ്പം എൻ്റെ ഒരു സ്വഭാവം കൊണ്ടായിരിക്കാം. നല്ലതാണോ ചെയ്തതാണെന്ന് എനിക്കറിയത്തില്ല, അത് മറ്റുള്ളവരാണ് വിലയിരുത്താൻ. അപ്പോൾ ഈ സ്ഥാനമാനങ്ങളെക്കുറിച്ച് നമ്മൾ വീണ്ടും സംസാരിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയ സമരമുഖങ്ങളിൽ ഇന്നും ആക്റ്റീവായി നിൽക്കാനായിട്ടുള്ള ആഗ്രഹം എത്രമാത്രമാണ്? ഇപ്പോഴും ഉണ്ട്. അതായത് ഒരു കേസ് സമരം കാണുമ്പോൾ എനിക്കൊന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി അതിൻ്റെ കൂടെ നിന്നാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. അത് ഈ അടുത്താലത്തൊരു കേസിൻ്റെ സമരത്തിന് ഞാൻ രാകേഷും ഉണ്ടായിരുന്നു നമ്മുടെ. അപ്പം രാകേഷ് ഞാനും കൂടെയൊക്കെ പോയിട്ട് അവിടെ കുറച്ച് പിള്ളേർ നമ്മുടെ നീലപ്പതാകയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവരെ നിന്ന് അത് വാങ്ങിയിട്ട് ഇത് എത്തി ഒരു ഫോട്ടോയൊക്കെ എടുത്ത്, അത് നമുക്കത് അറിയാതെ വരും. എനിക്കൊന്ന് ഈ പാർട്ടി ഇതിനേക്കാളും നമുക്ക് ഇമോഷൻ കൂടുതൽ കേസിനോടാണ്. അത് എന്താണെന്ന് അറിയില്ല, അത് ചിലപ്പോൾ അതിൽ ഒത്തിരി എഫർട്ട് ഇട്ടുകൊണ്ടായിരിക്കാം. ഈ
പലതരത്തിലുള്ള ട്രാൻസ് ഉണ്ട്. ചിലർ മ്യൂസിക് ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ കേൾക്കും. ഭക്തി ഒരു ട്രാൻസാണ്. മുദ്രാവാക്യങ്ങൾ ട്രാൻസ് തരാറുണ്ടോ? അതായത് മുദ്രാവാക്യം വിളിക്കുന്ന ആ സമയം മുതൽ മുദ്രാവാക്യം അവസാനിക്കുന്ന വരെയുള്ള 1 മണിക്കൂറോ 2 മണിക്കൂറോ എന്താ സംഭവിച്ചതെന്ന് സ്വയം പോലും തിരിച്ച് മറന്നു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. അത് വിളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ എത്ര എഫർട്ട് ഇട്ടാലും നമ്മൾ ടയേർഡ് ആവത്തില്ല. ഇങ്ങനെ ഇതിൻ്റെ കൂടെ പോകാനും ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഒരു മുദ്രാവാക്യം, ഓർമ്മയുള്ള ഒരു മുദ്രാവാക്യമായിട്ട് പറയേണ്ട ഒരു വാക്കായി ഒന്ന് പറയാൻ ഓർക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ പഴയ കേസുവിൻ്റെ ഇതൊക്കെ തന്നെ ഏതെങ്കിലും ഒരു സംഭവം ഒന്ന് പറയാൻ പറ്റുമോ? പെട്ടെന്ന് അങ്ങനെ ഒരു ഓർമ്മ വരുന്നില്ല. അത് അങ്ങനെ കാരണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പണ്ട് നമ്മുടെ ഈ പറയില്ലേ റോഡ് വഴി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മുദ്രാവാക്യം കേൾക്കുമ്പോൾ ഭയങ്കര രസകരമായിട്ട് ഭയങ്കര പ്രാസോപ്പിച്ചാണല്ലോ പറയുന്നത്. അപ്പം ഇത് ഈ പറയുന്നവരുടെ ആവേശം, അവരുടെ മുഖവും ശ്രദ്ധിച്ചറിയാം അവരൊരു ട്രാൻസിലാണെന്ന്. കേസ് സിന്ദാബാദ് നമ്മളിതിങ്ങനെ ഭയങ്കര ഉച്ചത്തിൽ വിളിക്കുമല്ലോ. അപ്പോൾ നമ്മളെ തൊണ്ട പൊട്ടിയിട്ടാണ് അത് വിളിക്കുന്നത്. അതൊരു ഭയങ്കര സ്പിരിറ്റ്. അത് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ നിന്നും ഒരു സന്തോഷം തരുന്ന ഒരു ഫീലിംഗ് കൂടെ ആണല്ലേ? തീർച്ചയായിട്ടും. അത് വിളിച്ചു കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുമ്പോഴൊക്കെ ഒരു സന്തോഷം. അത് നമ്മൾ വിളിക്കുകയും നമ്മൾ പറയുന്നത് കേട്ട് വിളിക്കുന്നവരും ആ ഒരു എനർജിയിലോട്ട് വരും. അതൊരു ഭയങ്കര ഫീലാണ്. ആയിരങ്ങളുടെ ശബ്ദം പോലെ തോന്നുമല്ലോ നമ്മുടെ മനസ്സിൽ. 3 പേരോ 4 പേരോ ചിലപ്പോൾ ഉള്ളെങ്കിൽ 1000 പേരുടെ ശബ്ദം മുഴങ്ങുന്നത് പോലെ നമ്മുടെ മനസ്സിൽ. അത് നമ്മൾ ഈ പോലീസിനെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ നേരെ പോകുമ്പോൾ ഇതും നമ്മുടെ ഈ കൊടിയാണ് നമ്മുടെ ശക്തി. വേറെ ഒന്നുമില്ല. നമ്മളെത്ര അവരൊരു 500 പോലീസുകാരും നമ്മൾ 5 പേരുമായിരിക്കും നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലെ ധൈര്യം എന്ന് പറഞ്ഞാൽ ഈ കൊടി ഈ മുദ്രാവാക്യം മാത്രമാണ്. അത് ശരിക്കും ഈ പറയണ ഞാൻ കേട്ടിട്ടുള്ളതാണ്, വലിയ വലിയ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, അടി കൊള്ളുന്നതനുസരിച്ച് ആവേശം കൂടുന്നു എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പോഴും അതിൻ്റെ വേദനയൊന്നും ഫീൽ ചെയ്യത്തില്ല. ഇച്ചിരി കഴിയുമ്പോഴേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയും, അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയുമ്പോഴായിരിക്കും നമുക്കത് കൂടുതൽ. നിങ്ങളുടെ ഒരു ലാത്തി വെച്ചിട്ടോ ഒരു സ്റ്റിക്ക് വെച്ചിട്ടോ ഉള്ള അടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആവേശം കൂടുന്നു എന്ന് പറയുന്നത് അപ്പോഴും നമുക്ക് ആ ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ. പക്ഷെ അതായത് ഈ അടി വന്ന് തട്ടുമ്പോൾ വീണ്ടും ഇത് എനർജി കൂടുതലാണ്. അതെ ഭയങ്കരമായിട്ട് നമ്മൾ തിരിച്ച് ഇത് ചെയ്യും. നമുക്ക് വീണ്ടും ശക്തിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകത്തുള്ളൂ, ഓടത്തില്ല. അത് ചിലപ്പം ഈ മുദ്രാവാക്യത്തിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ട്രാൻസ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ പറയുന്ന പോലീസിന്റെ ഇതെല്ലാം ചാടിക്കടര മറ്റേ ജലവീരങ്കി, അപ്പം അതെല്ലാം തന്നെ കൊള്ളുന്ന ഒരു വളഞ്ഞിട്ടടിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കൊണ്ടുകൊണ്ടായിരിക്കും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദനാജനകമാണ്. ഞാൻ അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, വേദനാജനകമുള്ള ഒരു ഫീലിംഗ് ആണോ, ഭയങ്കര ആവേശം തരുന്നൊരു ഫീലിംഗ് ആണോ? അടി കിട്ടുമ്പോൾ എന്തായാലും വേദനിക്കുക, സ്വാഭാവികം. പക്ഷേ നമുക്ക് നമ്മുടെ ഈ ആവേശത്തിൽ അതങ്ങ് മാറിപ്പോവും. അത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ ഓക്കെ അത് അനുഭവിക്കാം എന്നുള്ളൊരിതായിരിക്കും. മൈൻഡ് സെറ്റൊക്കെ വേറൊരു ലെവലാണത്. അതങ്ങനെ നമുക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല. ഒരു വല്ലാത്ത സ്പിരിറ്റാണ്. മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. ഇപ്പോഴും ആ നീല കൊടി കാണുമ്പോൾ നമുക്കൊരു എനർജിയാണ്. കോളേജിലേക്ക് ഇങ്ങനെ വിജയിച്ചെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു സന്തോഷം ഭയങ്കരമാണ്. സെക്രട്ടേറിയറ്റ് വഴി നടക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു ജോലി ആവശ്യമായിട്ട് പോകുമ്പോൾ അവിടെ ഒരു സമരം നടക്കുകയാണെങ്കിൽ അറിയാതെ പോയി അതിൻ്റെ ആയിട്ടുണ്ടോ, ആവാൻ തോന്നാറുണ്ടോ? ഭാഗമായില്ലെങ്കിലും ഞാൻ നോക്കി നിൽക്കും. ഇത് ഒരു നമ്മുടെ ഇതാണെങ്കിൽ ഞാൻ നോക്കി നിൽക്കും. സന്തോഷമാണ്. പിന്നെ നമുക്ക് നമ്മൾ ചെന്ന് ആ കേസ് അവരുടെ ഇടയിൽ നിൽക്കുന്ന മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് കണ്ടുകൊണ്ട് നിൽക്കും. യൂത്ത് കോൺഗ്രസിൻ്റെയോ ഒരു സമരമാണെങ്കിലും അതാണെങ്കിൽ നമ്മൾ പോയി നിൽക്കും. അപ്പം അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇഷ്ടമാണ്. അത് ഇപ്പോഴും നമ്മളറിയാതെ അതിലോട്ട് പോകും. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമല്ലോ. ഇപ്പം CPM കോൺഗ്രസ് ഓഫീസ് ആക്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളറിയാതെ പാർട്ടി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും. അതായത് നമ്മുടെ ന്യൂസിൽ ഇത് കാണുമ്പോൾ അടുത്ത വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോവുകയല്ലേ. നമുക്ക് എത്താൻ പറ്റുന്ന ദൂരമാണെങ്കിൽ നമ്മൾ ഓടിപ്പോയി അവിടെ നിൽക്കും. അതൊരു നമുക്കുള്ളിൽ എവിടുന്നോ വരുന്നൊരു ഇതാണ്, ഒരു ഫയറാണത്. അത് ചിലപ്പോൾ അത്രയും ഒരു അടിയുണ്ടായാലും നമുക്ക് പ്രതിരോധിക്കാനുള്ള ഒരു ആരോഗ്യം ഉണ്ടോയെന്നൊന്നും അറിയില്ല. അത് ചിലപ്പം കിട്ടുമ്പോഴേ അറിയാമോ. പക്ഷെ പഴയ ഒരു എനർജി നമുക്ക് ഉണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷേ ആ ഉള്ളിലുള്ളൊരു ഫയറും ഉണ്ട്, നമ്മൾ പോയി നിൽക്കുന്നതാണ്. ബാക്കിയൊക്കെ വഴി എന്തെന്നുള്ളത് പിന്നെ അറിയാൻ പറ്റുള്ളൂ. ഉമ്മൻചാണ്ടിയുടെ മരണം ഭയങ്കരമായി എഫക്റ്റ് ചെയ്തൊരു ഇതാണ്, ഒരു ഇൻസിഡൻ്റാണ്. അദ്ദേഹം വയ്യാതിരിക്കുന്നു എന്ന് അറിയുമ്പോഴും അദ്ദേഹം വിട്ടുപോയി എന്ന് പറയുന്ന ആ നിമിഷങ്ങൾ ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ ഒരു കുടുംബത്തിൻ്റെ ഒരു അംഗം പോയിന്ന് അപ്പുറത്തേക്ക് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അല്ലേ? അതിനൊരു റീസണുണ്ട്. ഇപ്പം ഞാനും ചാണ്ടി ഉമ്മനുമായിട്ട് ഒരു 10-25 വർഷത്തെ ബന്ധമുണ്ട്. ഞങ്ങൾ കേസിൽ നിൽക്കുമ്പം പുള്ളി എൻ്റെ തൊട്ട് ജൂനിയറാണ്. അപ്പം ഞങ്ങൾ സജീവമായിട്ടുണ്ട്. മാർവൻസ് കോളേജിൽ എനിക്ക് ചാർജുണ്ട്. അപ്പം ചാണ്ടി അവിടെ പഠിക്കുന്നു. അങ്ങനെ അന്ന് മുതലേ ഉള്ളൊരു ബന്ധമുണ്ട്. ഞങ്ങൾ ക്യാമ്പിനൊക്കെ ഒരുമിച്ച് പോകുന്നു. കണ്ണൂരാണെങ്കിലും എല്ലായിടത്താണെങ്കിലും എവിടെ സിറ്റിയിൽ എവിടെ എന്ത് പ്രോഗ്രാമിനുണ്ടെങ്കിലും ഒരുമിച്ച് പോകും. സമരങ്ങൾക്ക് ഒരുമിച്ചാണ് പോകുന്നത്. പുള്ളിക്ക് അടി കിട്ടിയപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ഞാനാണ്.
അങ്ങനെ ഇങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് സാറിൻ്റെ അടുത്ത് ചെല്ലുകയും സാറ് ചിലപ്പോൾ വഴക്ക് പറയും, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, എന്തിനു പോയി, ഞാനൊക്കെ ചോദിക്കാം. അങ്ങനെ സാറുമായിട്ടൊരു ബന്ധമുണ്ട്. സാർ മുഖ്യമന്ത്രി ആയപ്പോൾ സാറിൻ്റെ ഓഫീസിൽ ഞങ്ങൾ ഒരുമിച്ച് പോകാറുണ്ട്. സാറ് പിന്നെ ഇതിൽ നിന്ന് മാറിയതിന് ശേഷം ഒരു ഒറ്റപ്പെടുന്ന ഒരു സമയമുണ്ടായിരുന്നു ഈ സുഖലതൊക്കെ അതിന് ശേഷം. അപ്പോൾ അധികം ആൾക്കാർ വീട്ടിലില്ല. അപ്പോഴൊക്കെ പോയി ഇത് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ തന്നെ ചിലപ്പോഴൊക്കെ സാറിനെയും കൊണ്ട് ഈ വേറെ ചില ചെറിയ സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് ആക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് അത് ചിലപ്പം ഈ ഡ്രൈവർ വല്ലതും വരാൻ ലേറ്റ് ആവണമെങ്കിൽ ഇപ്പം ഞാൻ ചാണ്ടിയും കൂടെ തന്നെ കാറിലെടുത്ത് എവിടെയെങ്കിലും ഒന്ന് ഡ്രോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അടുപ്പം അല്ലെങ്കിൽ ഒരു സ്നേഹം നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് പുള്ളിയുടെ മകൻ്റെ സുഹൃത്തായതിൻ്റെ ഒരു ഇതും കൂടെയാണ്. അല്ല, മാത്രമല്ല പുള്ളിക്കാരൻ്റെ മരണശേഷം എപ്പോഴെങ്കിലും നമ്മൾ ചോദിക്കേണ്ട ഡിഫറെൻ്റ് ഒരു തലത്തിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പുള്ളിക്കാരൻ പറഞ്ഞ ഒരു പ്രചോദനം കൊണ്ട് ഏതെങ്കിലും ഒരു വേഴ്സ് സിറ്റുവേഷനിൽ തിരിച്ചു വരാൻ സഹായിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? ഈ പുള്ളിയുടെ വീഡിയോസൊക്കെ കാണുമ്പോഴേ, അല്ലെങ്കിൽ പല ഈ പ്രസംഗങ്ങളോ പല ജീവിതത്തിലെ പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര എനർജി തോന്നും. ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഇത് ഈ ഇത്രയും, അതായത് നമ്മുടെ പാർട്ടി എന്ന് പറയുന്ന ഒരു ആയിരക്കണക്കിന് ക്യാരക്ടറുള്ള ആൾക്കാർ കൊണ്ടുള്ള ഒരു സംഭവമാണ്. ഇത്രയും പേരെ സാറ് ഈസിയായിട്ട് മാനേജ് ചെയ്യും. അപ്പോൾ അത് ഒരു നമ്മൾ കണ്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പം നമുക്ക് പലപ്പോഴും ദേഷ്യം വരാറില്ലേ ഈ പല കാര്യങ്ങളും. പക്ഷേ സാറ് മാനേജ് ചെയ്യുന്ന ഒരു ദേഷ്യവും കാണിച്ചിട്ടല്ല, വളരെ ഈസിയായിട്ട് അത് കൈകാര്യം ചെയ്യും. ഇത് നമുക്ക് ഉപയോഗപ്പെടുന്നത് മഞ്ഞൾ സാറിൻ്റെ ക്യാരക്ടർ വെച്ചിട്ടാണ്. ജീവിതത്തിൽ പലപ്പോഴും അത് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അത് അല്ല, അദ്ദേഹം മരിച്ചതിന് ശേഷവും ഈ പറയും പോലെ ആ ഒരു വോയിഡ്, ആ സമയത്ത് ഇങ്ങനെയുള്ള നിമിഷങ്ങൾ വരുമ്പോൾ സാറിന് ഓർമ്മിക്കാറുണ്ട്? പിന്നെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഒരു ആങ്കർ മാനേജ്മെൻറ്റ് സിസ്റ്റമാണോ ഉമ്മൻചാണ്ടി? അതിലുപരി സാറിന് ഓർമ്മിക്കാൻ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് ഞാൻ കേസിൽ നിൽക്കുമ്പം നമ്മുടെ കുറേ പ്രവർത്തകരെ പോലീസ് പിടിച്ചിട്ട് പോയി രാത്രി 12 മണിയായിട്ടും വിടുന്നില്ല. സാറന്ന് CM ആണ്. ഞാൻ ഡയറക്റ്റ് പോവുകയാണ്. സാറിന് എന്നെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്ന സമയമല്ല അത്. അപ്പം ഡയറക്റ്റ് പോയി സാറിനെ കണ്ടു, ഈ കാര്യം പറഞ്ഞ് ഞാൻ ചാണ്ടിയെ കൊണ്ടും വിളിപ്പിച്ചിരുന്നു. അപ്പം സാർ ഉടനെ എന്നെ കമ്മീഷണർ വിളിച്ച് രാത്രി 12 മണിക്ക് ഇത് വിടിയിക്കുകയാണ് അവരെ. അപ്പം സാറിന് വേണമെങ്കിൽ അവിടെ ഉഴപ്പാം, അല്ലെങ്കിൽ എന്നെ കയറ്റി വിടാതിരിക്കുക അതിനകത്തോട്ട്. CM ഓഫീസല്ലേ, ഇന്ന് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമോ? CM ഓഫീസിൽ പറ്റത്തില്ല. ആ രാത്രി 12 മണിക്ക് അത് പോകാൻ പറ്റി. അത് അദ്ദേഹം 10 മിനിറ്റ് കൊണ്ട് ആ ഇഷ്യൂ സോൾവ് ചെയ്തു തന്നു. അതൊക്കെയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ഗുണം. നമുക്ക് ധൈര്യമായി KSUവിൽ നിൽക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. ഏത് പാതിരാത്രി വേണമെങ്കിലും സാറിനെ വിളിക്കാൻ പറ്റും. അത് സാറ് ഹാൻഡിൽ ചെയ്യും. പാർലമെൻ്ററി പൊളിറ്റിക്സിൽ താല്പര്യമില്ല, ഇലക്ട്രൽ പൊളിറ്റിക്സിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ അഖിലേഷ് തുടർന്നും ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ഇതേ ആവേശത്തോടുകൂടി ഒരു KSUക്കാരനായി ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകാനാണോ തീരുമാനം? അത് തന്നെയാണ് ആഗ്രഹം. ഇപ്പോൾ ഈ ഇലക്ഷനും ഒരു പ്രവർത്തകനായി അവിടെ കിടന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളിലും ഞാൻ കേൾക്കുമ്പം ഞാൻ ശാസ്ത്രമംഗലം കൺവെൻഷനിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ മറ്റേ കുടുംബസംഗമത്തിന്, ഇപ്പോഴും താങ്കളൊരു കുടുംബസംഗമത്തിന് അറ്റൻഡ് ചെയ്തിട്ടാണ് വന്നത്. എങ്ങനെ കഴിയുന്നു? അത് പോകുമ്പോൾ ഒരു സന്തോഷം. ഞാൻ വൈഫിൻ്റെ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. ഈ എല്ലാവർക്കും ഒരു ഹോബി എന്നൊക്കെ പറയുന്ന പോലെയാണ് എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. അത് ഞാൻ ഒരു വളരെ വിതിര എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നേക്ക്. അപ്പോൾ അതൊരു ഗ്രാമമാണ്. അപ്പം ഞങ്ങളവിടെ ഈ ഓരോ ഓട്ടെന്ന് പറയുന്നത് ഒരു വീട് കഴിഞ്ഞാൽ ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞൊക്കെ ആയിരിക്കും ഓരോ വീട് വരുന്നത്. ഈ ആദിവാസി മേഖല എന്നൊക്കെ പറയുന്നത് അവിടുന്ന് 5-6 കിലോമീറ്റർ നടന്നൊക്കെ പോയിട്ട് വോട്ട് ചോദിച്ച് പോകേണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കുഞ്ഞുനാൾ മുതലേ ഇത് ചെയ്ത് ശീലിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പോകുന്നതും ഞങ്ങൾ ഈ പ്രവർത്തകരെല്ലാം കൂടെ ഒരുമിച്ച് ഫുഡൊക്കെ കൊണ്ടുപോയി ഒരുമിച്ച് കഴിച്ച് അവരുടെ അടുത്തൊക്കെ പോയി വോട്ട് ചോദിക്കുന്നത്, അവരുമായിട്ട് ഇടപെടുന്നത്, ഇത് ഭയങ്കര ഇതാണ്. ഞാൻ ഇപ്പോഴും ആ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ സ്നേഹം ഭയങ്കരമാണ്. അത് ഞങ്ങൾ അന്ന് കാണിച്ചിട്ടുള്ള, എൻ്റെ അച്ഛനൊക്കെ അവരോട് പെരുമാറിയിട്ടുള്ള ആ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടുന്നതാണ്. എന്നെ അവർ ഓടി വന്ന് അടുത്തെൻ്റെ കൈ പിടിച്ചിട്ട് സുഖമാണോ, എന്തുണ്ട് വിശേഷം, നന്നായിരിക്കുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളുടെ ചോദിക്കും. ഇത് നമ്മളുടെ ആ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് കിട്ടിയ ഒരു സ്നേഹം തന്നെയാണ് അത് തിരിച്ചു കിട്ടുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നത്. ഈ ടോക്ക് ഷോ ഇതുവഴി താങ്കൾ ഒരിക്കലും ഒരു 20 മിനിറ്റ് കൊണ്ട് താങ്കളുടെ രാഷ്ട്രീയ പരിജ്ഞാനമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള താങ്കളുടെ എക്സ്പീരിയൻസുകളും ഒന്നും പൊതുവേദികളിൽ ഒരിക്കലും ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടാത്തൊരു സംഭവമാണ്. പക്ഷെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ താങ്കളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാനൊരു വലിയ രാഷ്ട്രീയക്കാരനായിട്ട് എന്നെ വിലയിരുത്തുന്നില്ല. ഞാനൊരു നല്ല മനുഷ്യനാകാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് എല്ലാവരുടെ അടുത്തും സംസാരിക്കണം, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കണം. എൻ്റെ രാഷ്ട്രീയം കൊണ്ട് അവർക്കെന്തെങ്കിലും അല്ലെങ്കിൽ നാടിന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവണം എന്ന് മാത്രമേ എപ്പോഴും ചിന്തിക്കുന്നുള്ളൂ. അതിനപ്പുറം എനിക്ക് ഒരു
ആരുടെയെങ്കിലും ഭരിക്കാനോ അല്ലെങ്കിൽ ഒരു വേറെ ലെവലിൽ മാറി നിൽക്കാനോ വ്യത്യസ്തപ്പെട്ട് മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കാനോ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. ആൾക്കൂട്ടത്തിൽ ഒരാൾ. അതാണ് എൻ്റെ ഒരു ഞാൻ എന്നെ അഖിലേഷിനെ പോലുള്ള രാഷ്ട്രീയക്കാരെ എക്സ്റ്റിങ്ക്റ്റ് ആവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ അക്സെപ്റ്റ് ചെയ്തത്? തീർച്ചയായിട്ടും അന്യം നിന്ന് പോകുന്ന ഒരു ബ്രീഡാണ്. അല്ല, നമുക്കത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ എന്നെ പോലുള്ളവരെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതായിരിക്കും സത്യം. കാരണം ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇപ്പം എനിക്ക് അവരെ കാണാൻ പറ്റും. ഈ ഒരു പ്രോഗ്രാം ഞാൻ ഇപ്പം തന്നെ കെ മുരളീധരൻ്റെയും ശശി തരൂരും പങ്കെടുത്ത ഒരു കുടുംബ സംഗമത്തിലാണ് വരുന്നത്. അവിടെ തന്നെ ആരാലും ശ്രദ്ധിക്കാത്ത ഒരുപാട് പാർട്ടി പ്രവർത്തകർ മാറി അപ്പുറമൊക്കെ ഉണ്ട്. അവരെ ചിലർ ശ്രദ്ധിക്കുന്നുണ്ടാവും, ചിലർ അവരല്ലേ കോൺഗ്രസ് പാർട്ടി? അവരാണ് കോൺഗ്രസ് പാർട്ടി. അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നേതാക്കൾ മാത്രം പോകുന്ന ഒരു പാർട്ടി ഇല്ല. ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ആ പാർട്ടിക്ക് ദോഷമേ ഉണ്ടാകത്തുള്ളൂ. അത് അവരെ നമ്മൾ എന്നും നോക്കണം, അവരെ സ്നേഹിക്കണം, അവരുടെ നന്നായി പെരുമാറണം. അവരെ അറ്റ്ലീസ്റ്റ് അവരെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടൊന്ന് സംസാരിക്കാനെങ്കിലും നമ്മളൊരു എഫർട്ട് നമ്മുടെ നേതാക്കളോ നമ്മളോ ഇട്ടില്ലെങ്കിൽ നമ്മുടെ ലീഡർഷിപ്പ് താങ്ക് ചെയ്യേണ്ടത് നിങ്ങളെപ്പോലുള്ള പ്രവർത്തകരെയാണെന്ന് തന്നെയാണ് ഞാനും ഇത്രയും നേരത്തെ സംവാദത്തിൽ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ അല്ലെങ്കിൽ ഈ ടോക്ക് ഷോയിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളെപ്പോലുള്ള ഞാൻ പറഞ്ഞില്ലേ മാതൃകയാക്കേണ്ട രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നതും ഇന്നിപ്പോൾ കുറേ ടോക്ക് ഷോ കഴിയുമ്പോഴും എനിക്ക് താങ്കളോട് സ്പെൻഡ് ചെയ്ത ഈ 20 മിനിറ്റ് ഒരു കോൺഗ്രസ്സുകാരനോട് തോന്നുന്ന ആരാധനയും ഇതും ഭയങ്കര കൂടുതലാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു വെരി മച്ച്.